കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് കാര്യങ്ങൾ രാജ്യത്ത് നടന്നിരുന്നത്. അന്നിവിടെ ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകളാണ് അരങ്ങേറിയത് എന്നത് എല്ലാവർക്കും അറിയാലോ. കമ്മ്യൂണിസ്റ്റുകാരെ എത്ര ക്രൂരമായാണ് വേട്ടയാടിയിരുന്നത് എന്നത് ചരിത്ര വസ്തുതകളല്ലേ. അതൊക്കെ ചെയ്യാനുള്ള കരുത്ത് എങ്ങനെയാണ് കിട്ടിയത്? ചെയ്യുന്നവർക്ക് എല്ലാ സംരക്ഷണവും. സർ, ഒരു ഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്നതിനായിട്ട് ഒരു കുറുവടിപ്പടക്ക് നേതൃത്വം കൊടുത്തു. ആ കുറുവടിപ്പടയും പോലീസും കൂടിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാരെ തിരക്കിപ്പോയിരുന്നത്. പോലീസ് കൂടെയുണ്ടാവും. കുറുവടിപ്പടയിൽപ്പെട്ടവർ വീട്ടിനകത്ത് കയറി കിട്ടാവുന്നതെല്ലാം കൊള്ളയടിക്കും. എത്രയോ ഉദാഹരണങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് പറയാനുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള ക്രൂരതകൾ? ആ ക്രൂരതകൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞോ? ഇവിടെ അക്കാലത്ത് വാഹനങ്ങൾക്ക് പോകാൻ കഴിയുന്ന റോഡുകൾ കുറവാണല്ലോ. ഉൾപ്രദേശങ്ങളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരെ പിടിച്ചാൽ അവരുടെ വാഹനം പാർക്ക് ചെയ്ത സ്ഥലം വരെ തല്ലിക്കൊണ്ടായിരുന്നു കൊണ്ടുപോയിരുന്നത്. കാരണം ആളുകളെ ഭയപ്പെടുത്താൻ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ആളുകൾ വരാതിരിക്കാൻ ആ തരത്തിലുള്ള മർദ്ദന രീതികളായിരുന്നു അഴിച്ചുവിട്ടിരുന്നത്. ഇതിൻ്റെ ഭാഗമായി നടന്ന ഏതെങ്കിലും സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ, അതിക്രമം കാണിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കൽ ഉണ്ടായോ? എവിടം വരെ എത്തിയത്? ലോക്കപ്പിനകത്ത് മർദ്ദനം മാത്രമല്ല, ലോക്കപ്പിനകത്ത് ഇടിച്ചിടിച്ച് കൊല്ലുന്ന, അതിക്രൂരമായി കൊല്ലുന്ന അവസ്ഥയുണ്ടായില്ലേ? നേരത്തെ ചില സംഭവങ്ങൾ ഇവിടെ ബഹുമാനരായ ചില MLA എടുത്ത് കാണിച്ചല്ലോ. മണ്ടോടി കണ്ണനെ പോലുള്ളവരെ എത്ര ക്രൂരമായാണ് ലോക്കപ്പിലിട്ട് തല്ലിക്കൊന്നിരുന്നത്. ഏതെങ്കിലും നടപടിയുണ്ടായോ? സർ, ലോക്കപ്പിലിട്ട് തല്ലിക്കൊല്ലൽ മാത്രമാണോ? ലോക്കപ്പിലുണ്ടായിരുന്നയാളെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയി പാടിക്കുന്നിൽ നിർത്തിയല്ലേ വെടിവെച്ച് കൊന്നത്? 1950 ഇത്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായതിനു ശേഷമല്ലേ കമ്മ്യൂണിസ്റ്റുകാരെ എന്തും എന്നുള്ള അവസ്ഥയായിരുന്നില്ലേ? അതല്ലേ ഉണ്ടായത്? ഏതെങ്കിലും നടപടി ഉണ്ടായോ? അതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? സർ, അങ്ങടക്കം ഇവിടെ ഇരിക്കുന്ന, ഈ ഭാഗത്തിരിക്കുന്ന എത്രയെത്ര ആളുകൾ പോലീസിൻ്റെ ക്രൂരതയ്ക്ക് ഇരയായവരാണ്. എന്നെ ഉദ്ധരിച്ചു എന്നുള്ള നല്ല കാര്യം തന്നെ, അത് വേറൊരു ഭാഗം, അതവിടെ ഇരിക്കട്ടെ. പക്ഷെ ഇവിടെ എന്തെല്ലാം തരം കാഴ്ചകളായിരുന്നു കണ്ടിരുന്നത്? നമ്മുടെ പ്രക്ഷോഭങ്ങളുടെ നേരെ, സമരങ്ങളുടെ നേരെ സ്വീകരിച്ചിരുന്ന സമീപനം ഓരോ ഘട്ടത്തിലും എത്ര ക്രൂരമായിരുന്നു. സർ, ഈ കേരളത്തിൻ്റെ ഒരു പൊതു ചിത്രം എന്തായിരുന്നു? തെരുവുകളിൽ
തല്ലുകൊണ്ട് രക്തം ഒലിക്കുന്ന എത്രയെത്ര വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ് ഒരു കാലത്ത് നാം കണ്ടിരുന്നത്. എത്ര ഭീകരമായ മർദ്ദനമായിരുന്നു. സർ, മർദ്ദിച്ചവർക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇവിടെ ഓർക്കേണ്ട ഒരു കാലം, കേരളത്തിലൊരു കാലം ഉണ്ടായിരുന്നു, പ്രകടനങ്ങൾ പോലും നടത്താൻ പറ്റില്ലായിരുന്നു. പ്രകടനങ്ങൾ നടത്തുമ്പോൾ ആ പ്രകടനത്തിന് നേരെ ഒരു കാരണവുമില്ലാതെ പോലീസ് ചാടി വീഴും, തല്ലിപ്പിരിക്കും. അതെവിടുന്ന് കിട്ടിയതാ? ബ്രിട്ടീഷുകാരൻ്റെ കാലത്ത് കിട്ടിയത്. അതിന് തുടർച്ചയാണ് ഉണ്ടായത്. ജന്മിമാർക്കെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പറ്റില്ല. ഒരു ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രക്ഷോഭം നടത്താൻ പറ്റില്ല. അക്രമമൊന്നും ഉണ്ടാകണ്ട, പ്രകടനം നടത്തിയാൽ തന്നെ തല്ലിപ്പിരിക്കുമായിരുന്നു. ആ ഉദ്യോഗസ്ഥന്മാർക്ക്, ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞത് അവർക്കെല്ലാം സംരക്ഷണം കിട്ടിയത് കൊണ്ടായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.